അപ്പോൾ ടാബ്ലൂ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ താഴെ കുറെ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പം കണക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു നമുക്ക് ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് നമ്മളെ ഡാറ്റയെ ടാബ്ലോയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പം ആ ഡിഫറെന്റ് സോഴ്സസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്, ജേസൺ ഫയൽ, ടെക്സ്റ്റ് ഫയൽസ്, അങ്ങനെ കുറെ ഫയൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റയെ ടാബ്ലോയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം എന്റെ ഡാറ്റ ഇപ്പൊ കിടക്കുന്നത് എക്സൽ ഫയലിലാണ്. ഇപ്പൊ ഞാൻ എക്സലിൽ നിന്നാണ് ഇപ്പൊ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓഫീസ് സപ്ലൈസ് എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ്, ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ ആ ഒരു ഡാറ്റയുടെ നെയിം കാണാം. ദെൻ ആ ഡാറ്റയിലുള്ള കോളംസും റോസ് എത്രത്തോളം ഉണ്ട്, അതായത് ഇതിന്റെ കൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കോളത്തിന്റെയും റോസിന്റെയും. നെക്സ്റ്റ് എന്താ, ആ ഒരു കോളത്തിന്റെ ഓരോ കോളത്തിന്റെയും ഏത് ഡാറ്റ ടൈപ്പ് ആണ് ഓരോ കോളം വരുന്നത്, ആ ഡാറ്റ ടൈപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. റീനെയിം ചെയ്യാം, റീസെറ്റ് നെയിം, കോപ്പി വാല്യൂസ്, ഹൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫയലിനെ, നമ്മളൊരു ഡാറ്റയെ ടാബിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് എന്താ, നമ്മളുടെ ഡാഷ്ബോർഡ് ആ പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷീറ്റ് 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വർക്ക് ഷീറ്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ഷീറ്റ് 1 എന്ന് പറയുന്ന പേജിൽ. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോ ഇവിടെ ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മുടെ ആ ടേബിളിലുള്ള കോളംസ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണിത്. ഇവിടെ കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്. ഡ്രാഗ് ചെയ്താണ് ഇടുന്നത് നമ്മൾ വാല്യൂസിനെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോളത്തിന്റെ കളർ മാറ്റാം, സൈസ് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട്, ഏത് ചാർട്ടാണ് വേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഷോമി എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാൻ പറ്റും, അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ചാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ റീജിയന്റെ ബേസിൽ ഒരു ചാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ റീജിയൻ കോളത്തിലേക്ക് റീജിയൻ കൊടുത്തു. സോറി, റോസിലേക്കാണ് ഞാൻ റീജിയൻ കൊടുക്കുന്നത്. ദെൻ സം, ഓരോ റീജിയന്റെയും സം ആണ് ഞാൻ കാണുന്നത്. യൂണിറ്റിന്റെ സം ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പം എനിക്കിവിടെ ഒരു ചാർട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം, സൈസ് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ പറ്റും. അല്ലെങ്കിൽ ഈ ചാർട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ചാർട്ടുകൾ കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ലേബൽ കൊടുക്കാൻ പറ്റും, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് മാറിക്കോളും. അപ്പൊ ഓരോ റീജിയന്റെയും യൂണിറ്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ടൂൾ ടിപ്പ് അടക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് നമ്മൾ ടാബ്ലോയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്.